ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരംഗകരതർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിപ്രധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സിംഗ് സുഖു, പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതേപോലെ പത്മനാഭൻ നായർ, അഡ്വക്കേറ്റ് ശ്രീകുമാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ തിരികൊളുത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, കലിയുഗത്തിൽ നമ്മളെല്ലാവരും മാനസിക വിഷമം അനുഭവിക്കാത്ത ഒരാളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏക മാർഗം നമുക്ക് ഈ കലിയുഗത്തിൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പാകെ ഇല്ല. അതിലേറ്റവും പറഞ്ഞിട്ടുള്ളത് കലിയുഗമാണ് ഏറ്റവും നല്ലത്. ഞാൻ ഒരു മണിക്കൂറെങ്കിലും സംസാരിക്കുന്ന ഒരാളായി വിഷയം. പക്ഷേ ഇവിടെ എനിക്ക് സമയത്തെത്തി അടുത്ത ട്രെയിനിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട്, നാമം ജപമാണ് പറഞ്ഞത്. മറ്റൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് മാത്രം മതി എന്നാണ്. ഒരു പൂവ് കുറച്ച് മനസ്സിൽ തട്ടി ഭഗവാനെ എന്ന് പറഞ്ഞു വെച്ചാൽ മതി, ഭഗവാൻ സ്വീകരിക്കും. വേറെ ഒന്നും വേണ്ട. പഴയ കാലത്തെ മാതിരി മറ്റ് യുഗങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് കലിയുഗം. ഒരുപാട് വിഷമതകൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഒരുപാട് പ്രയാസങ്ങളുള്ള, പക്ഷേ ഭഗവാനെ പ്രാപിക്കാൻ ഇത്രയും അനുകൂലമായ മറ്റൊരു കാലമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാ സ്ഥലത്തും എനിക്ക് വലിയ അതിശയം തോന്നി. സത്യത്തിൽ പറഞ്ഞാൽ തറിയുന്ന എത്ര വലിയ മഹാഭാഗവാന്മാരാണ്, 100 കണക്കിന് ആചാര്യന്മാരാണ്, പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാരാണ് ഇവിടെ ഈ പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. അത് കേട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി കഴിയണം. എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. അതിനുള്ള കരുത്ത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.